എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾസ് തിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ബെറ്റർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ ഉപകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോൾസ് തിയർ എന്താണെന്നും അതുവഴി മറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ, അതായത് 2-3 ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ റോൾസ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 കണ്ടീഷൻസ് അതിന് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അത് റോൾസ് തിയറും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 3 കണ്ടീഷൻസ് ആ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ a,bയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് ഇൻ്റർവൽ മാറിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർവൽ നമുക്ക് തന്നിട്ടില്ലെങ്കിലും ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവൽ നമുക്ക് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. അതായത് അതിനെയാണ് നമ്മൾ f'(x) എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഈ ഒരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എക്സിസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പൺ a,bയിലാണ്. അതായത് ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ക്ലോസിലും, അതായത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലും, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദി എൻഡ് പോയിൻറ്റ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിലെ ആ ഒരു എൻഡ് പോയിൻറ്റുകളിൽ ഫംഗ്ഷൻ്റെ വാല്യൂ f(a)യും f(b)യും ഈക്വൽ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിലും ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നടക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺക്ലൂഷൻ അവിടെ പറയാൻ പറ്റും. അതായത് ദെൻ ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ വാല്യൂ c of x in a,b such that f' of c is equal to 0. നമ്മളിവിടെ എടുത്തിരിക്കുന്ന a,b എന്ന് പറയുന്ന ഇൻ്റർവെലിൻ്റെ അകത്ത് f' of c 0 ആകുന്ന വിധത്തിൽ ഒരു c എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ 3 കണ്ടീഷൻസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത്തരത്തിലുള്ള ഒരു സി എന്ന് പറയുന്നൊരു പോയിൻ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻ്റർവെലിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് റോൾസ് തിയറം പൊതുവെ ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെലിൻ്റെ അകത്ത് ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോൾസ് തിയറം ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു കാരണവശാലും റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ആ ഒരു കണ്ടീഷൻ നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റോൾസ് തിയറം ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പോയിൻ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ആ ഒരു ഇൻ്റർവെല്ലിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം വഴിയെ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും 1 by 1 ആയിട്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫൈ റോൾസ് തിയറം ഫോർ f(x) sin x by e⁴x in 0,π. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവെലും തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്കറിയാം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇൻ്റർവെൽ, അതായത് തന്നിരിക്കുന്ന ഇൻ്റർവെൽ ഓപ്പണോ ക്ലോസ് ആയിക്കോട്ടെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ ക്ലോസ്ഡ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ f(x) sin x by e⁴x ആണ്. ഇത് ക്ലോസ്ഡ് 0,πൻ്റെ അകത്ത് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്കറിയാം sin x എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഡിനോമിനേറ്ററിലുള്ള e⁴x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഈ ഒരു ഇൻ്റർവെല്ലിൽ അത് ഓൾസോ കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കതിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. sin x by e⁴x എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രീൻ കളറിലൊരു പാർട്ട് കാണാൻ വേണ്ടി കഴിയും. ഒറിജിനിലേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഗ്രീൻ പാർട്ടൊക്കെ കുറേ ലൈൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് ടൈം ഓസിലേറ്റ് ചെയ്യുന്ന ലൈൻസ് ആണിത്. ഇവിടെ നമുക്ക് 0യുടെ അടുത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് -1,1 എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്താണ് നമുക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ -1 തൊട്ട് 1 വരെയുള്ള ആ പോയിൻ്റ് ഇടക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എവിടെയും ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ മാത്രം നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഫിനിറ്റ് ടൈം ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തൊരു കേസ് വരും. ആ ഒരു കേസിൽ കണ്ടിന്യൂറ്റിയും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കേസ് വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇൻഫിനിറ്റ് ടൈം ഓസിലേറ്റ് ചെയ്യുന്ന കേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കണ്ടിന്യൂറ്റി പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെയും ബ്രേക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ റോൾസ് തിയറത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ കണ്ടെത്തുക. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടെത്തുമ്പം നമുക്കറിയാം sin x ബൈ e⁴x എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത് ഏതൊരു വിധത്തിലാണ്, p/q ഫോമാറ്റിലാണ്. നമുക്കിവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ ഇൻറ്റു ന്യൂമറേറ്ററിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ cos x വരും, മൈനസ് ന്യൂമറേറ്ററിലെ ഫംഗ്ഷൻ ഇൻറ്റു ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അത് e⁴x തന്നെയാണ് വരിക. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ്റെ സ്ക്വയർ നമുക്കത് അതായത് e⁴xൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁴2x ആണ് വരിക. ഈ ഒരു വിധത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡെറിവേറ്റീവ് 0,π എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെല്ലിൽ എന്തായിരിക്കണം, ഡിറൈവബിൾ ആവണം, അതായത് ഡിഫറൻഷ്യബിൾ ആവണം. ഇവിടെ ഓപ്പൺ 0,π എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ ഒക്കെ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ അകത്ത് നമ്മൾ ഏതൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എയുടെ വാല്യൂം എഫ് ഓഫ് ബിയുടെ വാല്യൂം ഈക്വൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0 ആണ്, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് 0ഉം എഫ് ഓഫ് പൈയും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നത് sin 0 ബൈ e⁴0യും അതുപോലെ തന്നെ എഫ് ഓഫ് പൈയുടെ സ്ഥാനത്ത് sin π ബൈ e⁴π ആണ് വരുന്നത്. ഇത് ഈക്വൽ ആകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ sin 0യുടെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പോൾ ഈ മൊത്തം ടേമും 0 ആയിട്ട് പോകും. ഡിനോമിനേറ്ററിൽ e⁴0 ആണ്, അതായത് 0/1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 തന്നെ. ഇവിടെ sin πയുടെ വാല്യൂ എന്താണ്, അതും 0 തന്നെയാണ് വരിക. ഡിനോമിനേറ്ററിൽ കോൺസ്റ്റൻ്റ് ആണ്, 0/a കോൺസ്റ്റൻറ്റ് 0 തന്നെയാണ്. അപ്പോൾ രണ്ട് വാല്യൂ ഈക്വൽ ആകുന്നുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് സി 0 ആകുന്ന വിധത്തിൽ അവിടെ ഒരു സി എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണെന്ന്. അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് സി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ വരിക, e⁴c cos c മൈനസ് sin c e⁴c ഡിവൈഡഡ് ബൈ e⁴2c. ഇതെന്ന് പറയുന്നത് 0നോട് ഈക്വലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ e⁴2c എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അപ്പോൾ ഈ ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ടേമാണ്. ഇവിടെയും e⁴c ന്യൂമറേറ്ററിലുണ്ട്, നമുക്കതിന് പുറത്തെടുക്കാം. അതായത് e⁴c ഡിവൈഡഡ് ബൈ e⁴2c എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ തന്നെ cos c മൈനസ് sin c എന്ന് പറഞ്ഞിട്ട് എഴുതാം =0. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ e⁴cയും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ e⁴c ഇൻറ്റു e⁴c എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതാണല്ലോ e⁴2c. അപ്പോൾ രണ്ട് ടേം ഇവിടെ ക്യാൻസൽ ആവാനുണ്ട്. അപ്പോൾ 1/e⁴c cos c മൈനസ് sin c =0 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടും. ഇവിടെ നമുക്ക് ഈ ഒരു കാര്യത്തിന് രണ്ട് വിധത്തിൽ എഴുതാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/e⁴c എന്ന് പറയുന്നത് 0 ആകുന്ന കേസും, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ cos c മൈനസ് sin c എന്ന് പറയുന്നത് 0 ആകുന്ന കേസും. ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്തരത്തിലുള്ള ഒരു സി എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1/e⁴c എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിധത്തിലാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് 1/e⁴cയുടെ വാല്യൂ 0 ആകുന്ന കേസിൽ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വാല്യൂസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ 0 ആകുന്ന കേസിലാണ് ശരിക്കും ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കേണ്ടത്. 1/e⁴cയുടെ വാല്യൂ 0 ആകണമെന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ്റെ വാല്യൂ ആണല്ലോ ഈ ഒരു 1/e⁴c എന്നത്. അതിന് നമുക്ക് y = 1/e⁴c 0 എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ 0 ആകുന്ന കേസിലുള്ള എക്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ 0 ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിലാണ് വൈയുടെ വാല്യൂ 0 ആകുക. ഇവിടെ എക്സ് ആക്സിൽ റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ബ്ലൂ ലൈൻ എക്സ് ആക്സിനോട് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം ടച്ച് ചെയ്ത പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയാനുള്ള കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ ഏത് വാല്യൂവിലാണ് വൈയുടെ വാല്യൂ 0 ആകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് ഈ ഒരു ഗ്രാഫ് എക്സ് ആക്സിൽ ഏതൊരു ഭാഗത്താണ് ഫസ്റ്റ് ടച്ച് ആവുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ 1/e⁴cയുടെ വാല്യൂ 0 ആകുന്ന വിധത്തിൽ ഒരു സി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയിട്ട് പറയാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സ് ആക്സിലേക്ക് ഈ ഒരു ഗ്രാഫ് പോകുന്നത് അസിംപ്റ്റോട്ടിക്കലിയാണ്. അതായത് ഏകദേശം ടച്ച് ചെയ്തില്ല എന്നുള്ളൊരു വിധത്തിൽ. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഇവിടെ സി എന്ന് പറയുന്നൊരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല.
അപ്പോൾ ഈ ഒരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ രണ്ടാമത്തെ കേസിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കേസിൽ കോസ് സി മൈനസ് സൈൻ സി ഈസിക്കൽ ടു 0 ആണല്ലോ. നമുക്കതിനെ കോസ് സി ഈസിക്കൽ ടു സൈൻ സി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ ഏത് സിയിലാണ് ഈ കോസിൻ്റെയും സൈനിൻ്റെയും വാല്യൂ ഈക്വൽ ആകുന്നത്? നമുക്കറിയാം ആ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, π/4 ആണ്. അതായത് കോസ് π/4ഉം സൈൻ π/4ഉം ഈക്വൽ ആകും. അതിൻ്റെ വാല്യൂ എന്താണ്, 1/√2 ആണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു സി ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സിയുടെ വാല്യൂ π/4 ആണ് വരുന്നത്. ഈ ഒരു π/4 എന്ന് പറയുന്ന സിയുടെ വാല്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെൽ, അതായത് 0,π എന്ന് പറയുന്ന ഇൻ്റർവെലിൻ്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റോൾസ് തിയറം പ്രകാരം 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു പോയിന്റ് സി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് റോൾസ് തിയറം എന്താണെന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ തന്നെ നമ്മൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഈ ഒരു റോൾസ് തിയറം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കോഷീസ് മീൻ വാല്യൂ തിയറും അതുപോലെ തന്നെ ലാഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറും മാക്ലോറിൻ സീരീസും എല്ലാ കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റോൾസ് തിയറം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനലിൽ തന്നെ ഈ ഒരു തിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന റോൾസ് തിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.